9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചതായി പരാതി. കോട്ടയം പാലായിലാണ് സംഭവം. ബലം പ്രയോഗിച്ച് നഗ്നനാക്കിയ ശേഷം വീഡിയോ പകർത്തി പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. സഹപാഠികൾക്കെതിരെ പാലാ സ്വദേശിയായ കുട്ടിയുടെ പിതാവാണ് പരാതി നൽകിയത്. മുൻപും സഹപാഠികൾ ഇത്തരത്തിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിരുന്നതായി പിതാവ് പറയുന്നു. സ്കൂളിൽ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എൻ്റെ മകനെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും റാഗ് ചെയ്യുകയും ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണയും ഇത് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല. സാറന്മാർ ഇത് അറിയുന്നില്ല. അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കാണും. ഒരു തവണയല്ല, പല തവണയത് കൂടത്തിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ ഈ വീഡിയോ എടുത്ത് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്നാൽ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. സ്കൂളിൽ നിന്ന് ഒരു പിള്ളേർക്കും സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ പിള്ളേരെ സ്കൂളിലേക്ക് വിടേണ്ടത്? വീട്ടിലിരിക്കുന്ന കാരണന്മാർ ഓരോ പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാർ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്തിട്ട് ആരെ വിശ്വസിച്ച് പിള്ളേരെ സ്കൂളിലേക്ക് വിടാൻ പറ്റും? കൂടെയുള്ള സഹപാഠികൾ ഇതുപോലെ പിള്ളേരെ റാഗ് ചെയ്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരാ ഉത്തരവാദിത്തം പറയുന്നത്? ഈ കാരണന്മാർക്ക് പിള്ളേരെ സ്കൂളിൽ വിടുമ്പോഴത്തേനും വരാതെ പോയി നിൽക്കാൻ പറ്റുമോ? അവർക്ക് പണിയെടുത്ത് ജീവിക്കണ്ടേ? ആരെ വിശ്വസിച്ച് പിള്ളേരെ ഈ സന്തോഷ സ്കൂളിലേക്ക് വിടാൻ പറ്റും? ഈ സന്തോഷ സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഒരു പിള്ളേർക്ക് സുരക്ഷിതത്വമില്ല. അവിടെ വളരെ മോശമായ രീതിയിലാണ് അവിടുത്തെ പരിപാടി ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാൻ പാലാ CIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അവർ സഹിതമാണ് പരാതി കൊടുത്തേക്കുന്നത്. പരാതി ഗൗരവമായി പരിശോധിക്കുമെന്ന് പാലാ പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥിയെ ഉപദ്രവിച്ച് നഗ്നദൃശ്യം പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.